താങ്ക് യു ഫിലിപ്പച്ച. നമുക്ക് അല്പസമയത്തെ തിരുവെഴുത്തുകളുടെ ധ്യാനത്തിനായി ശുദ്ധമുള്ള എബ്രായ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കട്ടെ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. ഇരമ്യാ പ്രവചനം 15-ാം അധ്യായം, ഇരമ്യാ പ്രവചനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇരമ്യാ 15:19. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെ ആകും. അവർ നിന്റെ പക്ഷം തിരിയും. നീ അവരുടെ പക്ഷം തിരിയുകയില്ല. ഇവിടെ യിരെമ്യാവിനോട് ദൈവം പറയുന്നത്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ എന്താണ് പ്രോമിസ്? നിന്റെ വായ് എന്റെ വായ് പോലെയാകും. നമ്മൾ ഈ വാക്യം പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഈ അധമമായത് ഒഴിച്ചിട്ട് ഉത്തമമായത് സംസാരിക്കുക. അപ്പൊ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ആശയം നമുക്ക് കിട്ടും. നമ്മൾ പറയുന്ന വാക്കുകൾ നല്ല നല്ല വാക്കുകൾ പറയുക, നല്ല കാര്യങ്ങൾ മാത്രം പറയുക. അപ്പോ നമ്മൾ ദൈവത്തിന്റെ വായ പോലെ. അപ്പൊ ഈ യിരെമ്യാവിനോട് പറഞ്ഞ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ യിരെമ്യാവിനോട് ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത്? യിരെമ്യാവ് വലിയ കഷ്ടതയിലും പ്രയാസത്തിലും കൂടെ കടന്നു പോവാണ്. യിരെമ്യാവിനെ കുറിച്ച് പറയുന്നത്, യിരെമ്യാവ് ഒരു കണ്ണുനീരിന്റെ പ്രവാചകനാണ്. അത്രയേറെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള പ്രവാചകനാണ്. ദുഃഖവും വ്യഥയും പരിശോധനകളും ഉപദ്രവങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു പ്രവാചകൻ. അതുകൊണ്ടാണ് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് യിരെമ്യാവിനെ വിളിക്കുന്നത്. യിരെമ്യാവിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അദ്ദേഹം ആരെ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കോപിക്കുകയോ മോശമായ കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ വാക്യം സന്ദർഭത്തിൽ നിന്ന് മാറ്റിയിട്ട് പലപ്പോഴും നമ്മൾ ഓർക്കും. എന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫുമായിട്ട് ബന്ധിച്ച് നമ്മൾ ഉത്തമമായത് സംസാരിക്കാഞ്ഞിട്ടാണ് ഈ കുഴപ്പം. അപ്പൊ എന്താണ് ഈ ഉത്തമമായത്? അപ്പൊ യിരെമ്യാവ് വളരെ മോശം കാര്യം പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണോ? യിരെമ്യാവിനോടാണ് ഇത് പറയുന്നത്, നീ ഉത്തമമായത് സംസാരിക്കണം. അപ്പൊ അധമമായത് ഒഴിക്കണം. അപ്പൊ അധമമായത് എന്താണ്, ഉത്തമമായത് എന്താണ് എന്ന് നമ്മൾ അവിടെ പരിശോധിക്കണം. അധമമായത് എന്താണ്, ഉത്തമമായത് എന്താണ്? നമ്മൾ 2 വാക്യങ്ങളാണ് വായിച്ചത്. എബ്രായ ലേഖനം 3:12, അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. യിരെമ്യാവ് 15:19, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ് എന്റെ പോലെയാകും. നീ അവരുടെ പക്ഷം തിരിയേണ്ടി വരികയില്ല, അവർ നിന്റെ പക്ഷം തിരിയും. സച്ച് എ ഗ്രേറ്റ് പ്രോമിസ്. അപ്പോൾ ഈ ഉത്തമമായത് എന്താണെന്നും അധമമായത് എന്താണെന്നും നമ്മൾ പരിശോധിക്കണം. തൊട്ടു പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കാര്യം പറഞ്ഞ് അതിന്റെ പുറകിലോട്ട് പോകുമ്പോൾ ഈ യിരെമ്യാവിന്റെ പ്രയാസങ്ങളെ നമുക്ക് കാണാൻ പറ്റും. യിരെമ്യാവിന് ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടാകുകയാണ്. ഇന്നിപ്പം ലോകത്ത് പലരും പല കഷ്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ
ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണ്? മനുഷ്യർക്ക് പ്രയാസം വരുമ്പോ ആദ്യം അവർ ചിന്തിക്കും, why this has happened to me? ഇതാണ് നമ്മൾ, എന്തുകൊണ്ട് എനിക്കിത് വന്നു? അത് യാതൊരു വ്യത്യാസവും ഇല്ല, എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. മറ്റൊരാൾക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ പൂരിപ്പിക്കും എന്തുകൊണ്ടാണ് അയാൾക്ക് അത് വന്നത്, അതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കും. മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. യിരെമ്യാവും വ്യത്യസ്തനൊന്നും അല്ലായിരുന്നു, പ്രവാചകനാണെന്നേ ഉള്ളൂ. യിരെമ്യാവ് തന്റെ ജീവിതത്തെ പരിശോധിച്ചു, തന്റെ കഷ്ടതയും തന്റെ ജീവിതത്തെ പരിശോധിച്ചിട്ട് യിരെമ്യാവ് നോക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇയ്യോബ് അങ്ങനെയാണ്. ഇയ്യോബ് 4 സ്നേഹിതന്മാർ വന്നപ്പോ ഇയ്യോബ് പറയുന്നുണ്ട്, ഈ കഷ്ടതയെല്ലാം എനിക്ക് വന്നു, പക്ഷെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ആരുടേതും ഒന്നും അപഹരിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, തന്റെ ന്യായങ്ങൾ നിരത്തുക. അപ്പൊ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, നിനക്ക് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പാപം കാണും, അല്ല പിന്നെ ഇത്രയും വലിയൊരു ഗതി വരുമോ? നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. അപ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തു. യിരെമ്യാവ് ഇവിടെ പറയാം, അന്നത്തെ കാലത്തെ വലിയൊരു പാപമായിരുന്നു പണം പലിശയ്ക്ക് കൊടുക്കും. കാരണം അതൊരു ബിബ്ലിക്കൽ പീരീഡിലെ വലിയൊരു സിന്നാണ് പണം പലിശയ്ക്ക് കൊടുക്കാന്ന്. അതുകൊണ്ടാണ് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്താണ് ഈ ഖുർആനൊക്കെ എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കാതെ സൂക്ഷിക്കുന്നത്. കാരണം അവരുടെ ആശയങ്ങളൊക്കെ പലതും ഈ പഴയ നിയമത്തിൽ നിന്നൊക്കെയാണ് അവരെടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ യിരെമ്യാവ് നിലവിളിക്കുക, നിങ്ങളിത് കണ്ടാണോ? 10ാമത്തെ വാക്യം നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കുക. യിരെമ്യാ പ്രവചനം 15:10. എന്റെ അമ്മേ, സർവദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്കാരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. അപ്പൊ അന്നത്തെ ഒരു പ്രൊമിനന്റ് സിന്നായിരുന്നു ഈ പലിശയ്ക്ക്. ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു രോഗം വരുവോ പ്രയാസം വരുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ന്യായീകരണം, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇന്ന് നമ്മുടെ ആർക്കെങ്കിലും ഒരു അസുഖം വരും, അയ്യോ ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ലെന്ന് പറയുമോ? കാരണം നമ്മുടെ ഈ ഇടയിൽ ഇന്ന് അതൊരു സിന്നായിട്ടല്ല കണക്കാക്കുന്നത്. ഇന്ന് മറ്റു പല കാര്യങ്ങളുമാണ് പാപം എന്ന് പറയുന്നത്. യിരെമ്യാവിന് ആകെ പറയാനുള്ള ഒരു പാപം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ, പലിശയ്ക്ക് കൊടുത്തിട്ടില്ല. കാരണം ബാക്കി കാര്യങ്ങളിലൊന്നും പുള്ളിക്ക് ഒഫൻസ് ഇല്ല, ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. പിന്നെ ഈ കടന്ന് ചെയ്യുന്ന ഇതാണ് ഈ പലിശയ്ക്ക് കൊടുക്കുക. അപ്പൊ യിരെമ്യാവ് പറയും, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, ഞാൻ ആരുടെ നിന്ന് പലിശ വാങ്ങിയിട്ടില്ല. അപ്പോ തന്റെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നോ, പാളിച്ച വന്നോ? അങ്ങനെ ഒരു പാളിച്ചൊന്നും വന്നതായിട്ട് കാണുന്നില്ല. പലപ്പോഴും നമുക്കിങ്ങനെയാ വരുന്നത്. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു നല്ല രസമായിട്ടൊരു കാര്യം കാണിക്കാം. 16ാമത്തെ വാക്യം നോക്കണം. യിരെമ്യാ പ്രവചനം 15:16. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഒരു കാര്യം നമ്മിൽ പല ആളുകൾക്കും കഷ്ടത പ്രയാസം വരും. പല ആളുകളും വേദോസം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങും. വേദോസം എടുത്തു വെച്ച് വായിക്കുക, ആ വാക്യങ്ങളിൽ രസിക്കുക, അല്ലേ? ഇനി എന്നും ഞാൻ കർത്താവിന്റെ വഴികളിൽ നടക്കും, നിന്റെ വഴിയിൽ തന്നെ നടക്കും, ഞാൻ മാറിപ്പോവുകയില്ല, ഞാൻ കർത്താവ് എന്നെ സഹായിക്കും, ഇങ്ങനെയൊക്കെ പറയും. യിരെമ്യാവ് വചനം കണ്ട് വായിച്ചു സന്തോഷിച്ചു. പക്ഷേ അവന്റെ പ്രശ്നങ്ങൾക്ക് മാറ്റമില്ല. ഈ വചനം വായിച്ച് സന്തോഷിച്ചു. അവന്റെ നെക്സ്റ്റ് ടെക്സ്റ്റ് വേണ്ടി നിങ്ങൾ നോക്കി 18ാം വാക്യം. എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവുമായിരിക്കുന്ന എന്ത്? കണ്ടോ? വചനം വായിച്ചു സന്തോഷിച്ചു, പക്ഷെ പിന്നെയും അവന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. അവൻ പറയണ എന്റെ മുറിവ് പൊറുക്കാതെ ഇരിക്കുന്നു, എന്റെ വേദന നിരന്തരമായിരിക്കുന്നു. എന്നിട്ട് പറയണ നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? നീ എനിക്ക് ചതിക്കുന്ന തോടും
വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? ഷിമിയാവ് ഒരു ഡൗട്ട് പറയുകയാണ്. ഈ ചതിക്കുന്ന തോടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളത്തിലുള്ളവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവിടെ എങ്ങനെ ഇരമ്യാവിന്റെ ഒക്കെ നാട്ടില് ഈ ചതിക്കുന്ന തോടുണ്ട്. ചതിക്കുന്ന തോടെന്ന് പറഞ്ഞാൽ തോടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് അതിന്റെ ഗതി മാറിപ്പോവും, പെട്ടെന്ന് ഡയറക്ഷൻ മാറിപ്പോവും. അല്ലെങ്കിൽ ഈ തോട് അതേപടി അപ്രത്യക്ഷമാവും, ഭൂമിക്കടിയിലോട്ട് പോകും. ഇങ്ങനത്തെ രണ്ട് പ്രതിഭാസമുണ്ട്. ഒന്നിൽ ഗതി മാറിപ്പോവും, അല്ലെങ്കിൽ ഭൂമിക്കടിയിലോട്ട് പോകും, അപ്രത്യക്ഷം. തലേദിവസം വൈകുന്നേരവും ആ തോടിന്റെ കരയിൽ ഇരുന്ന സന്തോഷിച്ചതാ. ഉറങ്ങാൻ പോകാൻ നേരത്തെ ആ തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴിച്ചു പോയതാ. പോയി ഉറങ്ങിച്ച് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കും, അവിടെ തോടേ ഇല്ല. ഡിസപ്പിയർ. അങ്ങനത്തെ പ്രതിഭാസമുള്ള ഒരു ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ വാക്യം പറയുന്നത്. ചതിക്കുന്ന തോട്. നീ എനിക്ക് ചതിക്കുന്ന തോടാകുമോ? ദൈവമേ, കാരണം ഇങ്ങനെ വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുക. നീ എനിക്ക് ചതിക്കുന്ന ഒരു തോടാകുമോ? ഒരു സംശയമാണ്. ഇനി വറ്റിപ്പോകുന്ന വെള്ളം. വറ്റിപ്പോകുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവിടെയായാലും ഒരു കുഴിയിൽ കിടക്കുന്ന വെള്ളം, എവിടെയെങ്കിലും ഒരു കുഴിയിൽ കിടക്കുന്ന വെള്ളമാണ് വറ്റിപ്പോകുന്ന വെള്ളം. കാരണം അത് ഉറവയുമായിട്ട് കണക്റ്റഡ് അല്ല. ഉറവയുമായിട്ട് കണക്റ്റഡ് അല്ല. ഉറവയുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ ആ വെള്ളം വറ്റിപ്പോവും. പൊട്ടക്കിണർ അല്ലെങ്കിൽ ഒരു പൊട്ടക്കുഴി, ആ കുഴിയിൽ കുറച്ച് വെള്ളം, ആ വെള്ളം വറ്റിപ്പോവും. രണ്ട് സംശയം ചോദിക്കുക. ദൈവമേ, നീ എനിക്ക് ചതിക്കുന്ന തോടാകുമോ? നീ എനിക്ക് വറ്റിപ്പോകുന്ന വെള്ളമാകുമോ? അപ്പോ ദൈവം പറയുകയാണ്, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ. അപ്പൊ എന്താണ് അധമമായത്? അധമമായതെന്ന് പറഞ്ഞാൽ വേർഡ്സ് ഓഫ് ഡൗട്ടാണ്, സംശയത്തിന്റെ വാക്കുകൾ. നമുക്ക് അങ്ങനെ ഉണ്ടോ? നമ്മൾ ഈ ഓർക്കുന്ന ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അതൊക്കെ അധമമായതെന്ന്. അതിനെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നു. അല്ല കോപിക്കുക. നോ, ദൈവത്തെ സംശയിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തെ സംശയിക്കുകയാണ്. ഇരമ്യാവ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എന്താണ്, വളരെ വലിയ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, ദൈവം നമ്മെ സഹായിക്കും. നല്ല വേദികളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ട് പറയും ദൈവം സഹായിക്കും. പക്ഷെ നമ്മുടെ പ്രൈവസിയിൽ, നമ്മുടെ സ്വകാര്യതയിൽ നമ്മൾ പറയുന്നതാണ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ആയിരിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. എവിടെ, എങ്ങനെയാണ്? പ്രിറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിലും വിശ്വാസത്തിന്റെ വാക്കുകളെ പറയാം. പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ട്, നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നേ. ഒരുപക്ഷെ നമ്മൾ ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അത് കൃത്യമായിട്ട് വരുന്നത്. നമ്മളിപ്പോ ഒരു സൂം മീറ്റിങ്ങിലൊക്കെ വന്നിട്ട് ദൈവം നമ്മെ സഹായിക്കും, ദൈവം വിടുവിക്കും, ദൈവം അത്ഭുതവാനാണ്, ദൈവം കരുണ കാണിക്കും, കർത്താവിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിലൊക്കെ ആളുകൾ പറയും. പക്ഷേ ഇൻ ദെയർ വെരി പ്രൈവസി. അപ്പൊ പ്രാർത്ഥനായോഗത്തിൽ പറയുന്നതോ, പ്രാർത്ഥനാ വേളയിൽ പറയുന്നതോ, അല്ലെ മധുവഹായിൽ നിന്ന് പറയുന്നതോ, അല്ലെങ്കിൽ പള്ളിക്കകത്ത് നിന്ന് പറയുന്നതോ, ഇതൊന്നും അല്ല ദൈവം ശരിക്കും ലിസൺ ചെയ്യുന്നു.
നിന്റെ വെരി പ്രൈവസിയിൽ, നിന്റെ അതീവ സ്വകാര്യതയിൽ നീ ചെറുതായിട്ട് മന്ത്രിക്കും. എന്താണത്? എന്താ മന്ത്രിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവമേ, നീ എനിക്ക് ചതിക്കുന്നതോടായി പോകുമോ എന്ന് ഇരമ്യാവ് കാവലെ പോയാണ് പറഞ്ഞത്. ഇരമ്യാവിന്റെ സ്വകാര്യതയിലായിരിക്കും അത് പറഞ്ഞത്. മനസ്സിലായോ? ദൈവമേ, നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവുമായി തീരും. അന്നേരം കഥകെ തട്ട് കേൾക്കുന്നേ. അന്നേരത്തേനും ആരാടി നോക്കടി, ആരാന്ന് നോക്കടി, അയ്യോ ആണ്ട് അങ്ങേ വീട്ടിലെ ചാക്കോച്ചൻ വന്നിരിക്കുന്നു. ആ പ്രൈസ് ദി ലോർഡ് ചാക്കോച്ച, എന്തുകൊണ്ട് സ്വത്രം. അതോ ചാക്കോച്ചന്റെ അടുത്ത് എന്താ ചോദിക്കുക ദൈവം ചതിക്കുന്നു? ചാക്കോച്ചന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മള് ഫെയ്ത്തിന്റെ ഒരു ഭീമനായി മാറുകയാണ്, വിശ്വാസ വീരൻ. ഈ തലമുറയിലെ വിശ്വാസത്തിന്റെ ഒരു ജയന്റ് ആണ് എന്ന് നമ്മൾ അങ്ങ് പറയും. അപ്പൊ നമ്മുടെ സ്വകാര്യതയിൽ, നിങ്ങളുടെ സ്വകാര്യതയിൽ, അതീവ സ്വകാര്യതയിൽ നിങ്ങൾ പറയുന്ന എന്താണ്? എന്താ പറയുന്നത്? ഓ കോപ്പം ഇതെല്ലാം നടക്കുന്ന. ദൈവം അതാ കേൾക്കും. നിങ്ങളുടെ വളരെ സ്വകാര്യതയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ഉണ്ടല്ലോ, മിക്കവാറും ആ ബാത്റൂമിൽ കയറി ഇരിക്കുമ്പോൾ നീ പറയുന്നതാണ്. അപ്പം ബാത്റൂമിലെ കൺഫെഷനാണ് കർത്താവ് ഇങ്ങനെ കേൾക്കുന്നത്. എന്തോ ആണ് എന്റെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും സ്തോത്രം സ്ലോമോ എന്ന സൂമിലോട്ട് വരുന്നവരുടെ ഒരു ഇതാണ് സ്ലോമോയ്ക്ക് മുമ്പ് നീ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞാണ് ദൈവം കേൾക്കുന്നത്. സ്ലോമോ തൊട്ട് പറയുന്ന ദൈവം കേൾക്കത്തേ ഇല്ല. അതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷേ നീ അധമമായതൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ നിന്റെ വായ എന്റെ വായ പോലെ ഇരിക്കും. കേട്ടോ, ദൈവം പറയാണ്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ദൈവമാക്കുക എന്നുള്ളത്. അതാണ് ഈ കൃത്യമായിട്ട് പറയുന്നത്. ദൈവീകരണം അവിടെയാണ് നടക്കുന്നത്. അപ്പൊ ദൈവം ഇത് കൽപ്പിച്ചു. നമ്മളിപ്പോ പറയും, കർത്താവെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ അങ്ങ് സുഖപ്പെട്ടോളാം, അല്ലേ? ദൈവമേ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആപാദ ചൂടം ഞാൻ സുഖമായിടും. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, കർത്താവെ ഞാൻ അങ്ങ് സുഖപ്പെടാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. നല്ല പാട്ടാണ്. ദൈവം പറയാണ്, ഞാനൊരു വാക്ക് കൽപ്പിച്ചിട്ട് നീ സുഖപ്പെടുന്നതിനേക്കാൾ നല്ലത് നിന്റെ വായെ ഞാൻ എന്റെ വായങ്ങാക്കിത്തരാം. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്താൽ മതി? നീ പറഞ്ഞാൽ മതി, അത് നടക്കും. നീ പറഞ്ഞാൽ അത് നടക്കും. ദൈവത്തിന്റെ വായായിട്ട് നിങ്ങളെ മാറ്റുക, ദൈവത്തിന്റെ കൈയായിട്ട് നമ്മെ മാറ്റുക. ദ എക്സ്റ്റൻഷൻ ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ചർച്ച്. ദൈവത്തിന്റെ കൈയും കാലും ഒക്കെയാണ് നമ്മൾ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുത്തെ ഇഷ്ടം നടക്കണം. അപ്പൊ നമ്മൾ ദൈവത്തെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ദൈവത്തെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പറയുകയാണ്, ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം, നീ ഇടയ്ക്ക് ഞങ്ങളിവിടെ ഞങ്ങളുടെ ജീവിതം നയിച്ചോളാം, പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് വല്ല ഒന്ന് പൊഴിച്ചു തന്നാൽ മതി, ഞങ്ങൾ അതുകൊണ്ട് സംതൃപ്തരാകാം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ അവന്റെ വായായി മാറണം. നമ്മൾ അവന്റെ നമ്മുടെ കണ്ണിലൂടെ അവന് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പറയുന്നത്, ഈ കർത്താവെ 2 കണ്ണ് എനിക്കുണ്ട്, അത് എനിക്ക് കാണാനാണ്, എനിക്കെന്തെല്ലാം കാണാനുണ്ട്, എനിക്കെന്തെല്ലാം കേൾക്കാനുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തിന് കാണാനായിട്ട് നമ്മുടെ കണ്ണുകളെ വിട്ടുകൊടുക്കുന്നില്ലെന്നുള്ള. ഞാനും കൊടുക്കത്തില്ല കേട്ടോ. കാരണം എനിക്കെന്തെല്ലാം കാണാനുണ്ട്, ഇത് ദൈവത്തിന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒറിജിനൽ ട്രൂ സ്പിരിച്വാലിറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. അതാണ് ഇരമ്യാവിനോട് പറഞ്ഞത്. ഇരമ്യാവ് പറയാണ്, നീ എനിക്ക് ചതിക്കുന്ന തോടും
വറ്റിപ്പോകുന്ന വെള്ളം ഒരിക്കലും ഇല്ല. ഈ തോട് ഒരിക്കലും ചതിക്കുന്ന തോടല്ല, വറ്റാത്ത നീരുറവയാണ്. ഇത് ചതിക്കാത്ത തോടാണ്. ഇത് അപ്രത്യക്ഷ ചതിക്കുന്ന തോടുണ്ട്, പക്ഷെ ഇത് ചതിക്കുന്ന തോടല്ല, ഇത് വറ്റിപ്പോകുന്നതല്ല. അപ്പൊ അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഈ അവിശ്വാസം, ഈ സംശയം ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിനെ വിളിക്കുന്ന പേരാണ് ദുഷ്ടഹൃദയം, വിക്കറ്റ് ഹാർട്ട്. God is not a deceptive brook. ഡിസെപ്റ്റീവ് ബ്രൂക്ക് ആണോ ദൈവം ചോദിക്കുക, നീ ചതിക്കുന്ന തോടാണോ? നോ നോ. അപ്പൊ നമ്മുടെ അകത്തെ വിശ്വാസത്തെ, നമ്മുടെ അകത്തെ ബോധ്യത്തെ പരിശോധിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ അകത്തുള്ള ദൈവബോധ്യം, ഇത് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവുമല്ല, ഇതിന് ഉറവയുണ്ട്. ഇത് ഉറവയുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ വെള്ളം കോരിയെടുത്താൽ വീണ്ടും വെള്ളം വരും. ഇത് ഒരു ഉറവയോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളിതെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്നത്. എന്നാൽ അവൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. അവർ ഒരിക്കലും തളർന്നു പോകത്തില്ല. ബാല്യക്കാരോ യൗവനക്കാരോ ഒക്കെ തളർന്നിരിക്കും, പക്ഷേ ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും തളരുന്നില്ല. കാരണം ഈ ദൈവം എന്താണ്? വറ്റിപ്പോകാത്ത ഉറവയാണ്, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത ഒരു റിസോഴ്സാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ കണക്റ്റഡ് ആകുന്നത്. നമുക്ക് ഈ സംശയം വരുന്നത്, ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിഞ്ഞപ്പം വലിയ പരാക്രമമായിരുന്നു. എല്ലാവരും പറഞ്ഞു ഒരിടങ്ങഴി വെച്ച് പെറുക്കിയാൽ മതി, നാളെയും പൊഴിയും. പക്ഷെ അവർക്ക് വിശ്വാസമില്ല. കൂടുതൽ പെറുക്കി വെച്ചു. പിറ്റേ ദിവസത്തേക്ക് അതെല്ലാം കൃമി പിടിച്ചു. ദൈവത്തിലേക്ക് ആശ്രയിക്കുക, ട്രസ്റ്റ് ചെയ്യുക. യിരെമ്യാവ് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു തോട് കാണുന്നുണ്ട്, പക്ഷെ ഇത് വറ്റിപ്പോകുന്ന തോടാണോ? ഇത് ചതിക്കുന്ന തോടാണോ? ഒത്തിരി പേർക്ക് തോട് ചതിച്ച അനുഭവമുണ്ട്. നല്ലൊരു തോട് കണ്ടു, ആ തോടിന്റെ അറ്റത്ത് കുറച്ച് പറമ്പ് പോയി മേടിക്കുകയാണ്, കൃഷിയൊക്കെ ചെയ്യാം. കൃഷിയൊക്കെ ഇറക്കി കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പോൾ തോട് കാണുന്നില്ല. അതാ ചതിക്കുന്ന തോട്. ആ കൃഷി മുഴുവൻ പിന്നെ ഉണങ്ങിപ്പോ, ഒന്നിനും ഒരു ഉറപ്പില്ല. അപ്പൊ ഈ ചതിക്കുന്ന തോടാണോ ദൈവവും? അപ്പൊ ദൈവം പറയും, യിരെമ്യാവേ, കാര്യമൊക്കെ ശരിയാ, നീ അധമമായത് ഒഴിക്കണം, ഉത്തമമായത് സംസാരിക്കണം. എന്താണ് അധമമായത്? അധമമായത് വേർഡ്സ് ഓഫ് ഡൗട്ട് ആണ്, സംശയത്തിന്റെ വാക്കുകളാണ്. മറിച്ച് നീ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം പറയേണ്ടത്. വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. ദൈവം ചതിക്കുമായിരിക്കുമോ, മിക്കവാറും കാല് മാറുമായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിറുപിറുത്തോണ്ട് നടക്കുക. ദൈവത്തിന്റെ ഉറപ്പ്. ഇപ്പൊ യിരെമ്യാവിന്റെ കാലത്തോ അബ്രഹാമിന്റെ കാലത്തോ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അവരെക്കാൾ അതീവ ഭാഗ്യശാലികളാണ്. ഞാൻ അതിലേക്കാ വരുന്നത്. കാരണം അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം കൊടുക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം കൊടുത്തിട്ട് അബ്രഹാമിനോട് പറയാണ്, ഞാൻ ഇതൊക്കെ നിവർത്തിക്കാൻ പോവാണ്, നിനക്ക് ഞാൻ സന്തതിയെ തരാൻ പോവാണ്, ത്രൂ യുവർ ഓഫ് സ്പ്രിങ് ഐ വിൽ ബ്ലസ് ഓൾ നേഷൻസ്, ഇങ്ങനെയെല്ലാം പറയുക. പക്ഷെ അബ്രഹാം ചോദിക്കും, ഇതൊക്കെ എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്? കാരണം ഊരും പേരും ഇല്ലാത്ത ഒരു ദൈവം പെട്ടെന്ന് വന്നിട്ട് പറയണം, എടാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നിങ്ങൾക്ക് അതറിയോ? അബ്രഹാമിനെ ദൈവം വിളിച്ചു. ദൈവം വിളിച്ചിട്ട് ദൈവം അവനെ പുറത്തിറക്കി, നീ കണ്ടടാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. നിങ്ങൾ അബ്രഹാമിന്റെ മനസ്ഥിതി ഒന്ന് ഓർത്തു നോക്കി. ഇപ്പൊ കഴിഞ്ഞ ദിവസം പെന്തക്കോസ്തുകാരുമായിട്ടുള്ള ഡിബേറ്റിൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഇപ്പൊ ബൈബിൾ എന്നൊരു പുസ്തകമുണ്ട്, പക്ഷെ ഈ 2000 വർഷമായിട്ട് ഈ ബൈബിളിനെ ഹാൻഡ് ഓവർ ചെയ്ത ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. അതായത് 2000 വർഷം ചർച്ചില്ല. 2000 വർഷം ചർച്ചില്ലെങ്കിൽ ഈ ബൈബിളിന് എന്ത് വിലയുണ്ട്? ആര് വിശ്വസിക്കും? അത് ആരത് പഠിക്കും? ആരത് വ്യാഖ്യാനിക്കും? ആരതിൽ വിഷയങ്ങൾ വെച്ച് തർക്കിക്കും? ആരതിനു വേണ്ടി ഒന്നുമില്ല. അപ്പൊ ബൈബിളിന് മൂല്യം കൊണ്ടുവന്നിരിക്കുന്നത് ഈ 2000 വർഷമായിട്ട് നിലനിന്ന ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ചർച്ച് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ബൈബിളിന് വിലയുള്ളത്. കാരണം 2000 വർഷമായിട്ട് ജനം അത് ഹാൻഡ് ഓവർ ചെയ്തു തലമുറയായിട്ട്. അപ്പൊ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ദൈവവിശ്വാസത്തെ സൂക്ഷിച്ച ഒരു
തലമുറയെ എല്ലാ സ്ഥലത്തും എല്ലാ നൂറ്റാണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാ രാജ്യത്തും കാണാൻ പറ്റുന്നുണ്ട്. അല്ല ഹോമറിന്റെ ഇലിയഡോ ഒഡീസിയോ അങ്ങനെയുള്ള ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒക്കെ പോലെ ബൈബിൾ വായിപ്പോനെ. അപ്പൊ ആ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത് ആ ബൈബിളുമായിട്ട് ഈ നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ചു പോന്ന ഒരു വിശ്വാസ സമൂഹം, ജീവിക്കുന്ന ദൈവത്തിന്റെ സഭ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച സഭയാണ് ബൈബിളിന് ആധികാരികത കൊണ്ടുവരുന്നത്. അല്ല എന്താ ആധികാരികതയാ? ബാലരമയിലെ കുട്ടൂസം പോലെ ഇരിക്കും. പെന്തക്കോസ്തുകാര് 20-ാം നൂറ്റാണ്ടിൽ ബൈബിൾ എടുത്ത് നോക്കി വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആരിറങ്ങാൻ, ആര് വിശ്വസിക്കാനാ? അവരൊക്കെ ആ വിശ്വാസത്തില് അവർക്ക് ആളുകളെ ചതിക്കാൻ പറ്റിയത് പോലും ഈ സഭ നിലനിന്നത് കൊണ്ടാണ്. കാരണം 2000 വർഷമായിട്ട് പുറകോട്ട് കണക്ക് കൂട്ടിയാൽ യേശുക്രിസ്തു വരെ എത്തുന്ന ഒരു വിശ്വാസത്തിന്റെ വലിയൊരു ചങ്ങലയെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ട്രൂത്താണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണെന്നും ഇത് വിശ്വസിക്കാമെന്നും ഒക്കെ ഒരു ബോധ്യം വരുന്ന ഈ ചർച്ച ഉള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ അബ്രഹാമിനെ നോക്ക്. അബ്രഹാം ഊരിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചാണ് ദൈവം വിളിക്കുന്നത്. ദൈവം വിളിച്ചു, അവൻ ഇറങ്ങി പോന്നു. എന്താ തെളിവ്? ഇതിനു മുമ്പ് ആരുടെയും കൂടെ ഈ ദൈവം വർക്ക് ചെയ്തതായിട്ട് തെളിവുണ്ടോ? ഉണ്ടോ? ഈ ദൈവം ആരുടെയെങ്കിലും കൂടെ പ്രവർത്തിച്ചതായിട്ടോ അവരെ അനുഗ്രഹിച്ചതായിട്ടോ അവരെ വളർത്തിയതായിട്ടോ നയിച്ചതായിട്ടോ നന്മ കൊടുത്തതായിട്ടോ ഒന്നും ഒരു തെളിവുമില്ല. നിങ്ങൾ അബ്രഹാമിന്റെ ആ ഷൂസിൽ നിന്ന് ചിന്തിച്ചേ. അബ്രഹാം നിങ്ങളോടാ പറയുന്നെങ്കിലും ഇന്ന് വരെ അറിയാത്തൊരു ദൈവം എന്ന് വെച്ച് എടാ പോവേ വാ, ഇതെന്നെ വിശ്വസിച്ചിറങ്ങും, ഇത് ആരാന്നോർത്താ? അതായത് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് നിങ്ങൾ ഈ അബ്രഹാമിനെ പറ്റി മനസ്സിലാക്കണം. ഞാൻ മിക്കവാറും ഇരുന്ന് അബ്രഹാമിനെ പറ്റി ചിന്തിക്കും. നോക്ക്, ഒന്നും അറിയാത്തവരടുത്ത് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ ദൈവത്തെ പറ്റി ഒരു പരിചയമില്ല. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പിന്നെ വന്നേച്ച് മോശയുടെ ഒക്കെ അടുത്ത് വരും പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവമാണെന്ന് ഒരു അഡ്രസ് ഉണ്ട്, ഇപ്പൊ ഒരു റെഫറൻസ് ഉണ്ട് കൊടുക്കാൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനെ കാർഡ് കൊടുക്കടാ, ഓയ് മോശെ ഞാനുണ്ടല്ലോ അബ്രഹാം പരിചയപ്പെടുത്താൻ. പക്ഷെ അബ്രഹാമിന്റെ അടുത്ത് വന്നപ്പോ പരിചയപ്പെടുത്താൻ ഒന്നുമില്ല. എന്തോ പറഞ്ഞാ പരിചയപ്പെടുത്തുന്നത്? അതിനു മുമ്പ് ആരുടെയും കൂടെ പ്രവർത്തിച്ചോ? അബ്രഹാം കാണാത്ത ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞടാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ശരി. അപ്പൊ അബ്രഹാം ചോദിച്ചു, എന്തോന്നുകൊണ്ട് ഞാനിത് അറിയും? എന്തോന്നുകൊണ്ട് ഞാൻ അറിയും? ഞാനിപ്പം ഫിലിപ്പച്ചായന്റെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ കട ചോദിക്കുകയാണ്. ഫിലിപ്പച്ചാൻ എനിക്ക് ഒരു 50 ലക്ഷം രൂപ തരണം. ഫിലിപ്പച്ചാൻ പറഞ്ഞു ശരി തരാം, പക്ഷേ ഇനി സൂപ്പാസ്റ്റർ അത് തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് എന്താ ഒരു ഉറപ്പ്? അതിന്റെ പേരാണ് ജാമ്യം. ജാമ്യക്കാരൻ. അപ്പൊ എൻ്റെ സ്വത്തൊന്നും ഇല്ല, അപ്പം ജാമ്യക്കാരനായിട്ട്. അപ്പൊ ഞാനിവിടെ സുനിൽ ഡോക്ടറോട് പറയണം, ഡോക്ടറെ ഞാനൊരു 50 ലക്ഷം രൂപ ഈ ഫിലിപ്പച്ചാൻ്റെ നിന്ന് കടം മേടിക്കുകയാണ്, അപ്പൊ ഒന്ന് ജാമ്യം നിൽക്കണം. അന്നേരം സുനിൽ ഡോക്ടർ പറയും, എൻ്റെ ഒരു ഡോക്ടറെ ഞാൻ എൻ്റെ മോനെ അല്ല ഓസ്ട്രേലിയക്കെല്ലാം വിട്ട് ആകെപ്പാടെ ടൈറ്റായി, അപ്പൊ എനിക്ക് ജാമ്യം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ എന്നിട്ട് നമ്മുടെ ബിന്നിയോട് പറയാണ്, ബിന്നി നീടാ എനിക്കൊരു ജാമ്യം നിൽക്കണം. ബിന്നിയാണ് 10 പ്രാവശ്യം ജാമ്യം നിൽക്കാൻ തയ്യാറാണ്. ബിന്നി പറഞ്ഞു ഞാൻ നിന്നേക്കാം, പക്ഷെ ഫിലിപ്പച്ചാന് സമ്മതമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിന്നിയെ ജ്യൂസ് അടിച്ച 50 ലക്ഷം രൂപ കിട്ടത്തില്ല, അതുകൊണ്ട് ഫിലിപ്പച്ചാന് സമ്മതമല്ല. ബിന്നിയുടെ കാശില്ലെന്ന്. അപ്പം കാശുള്ള ആൾക്ക് സമ്മതമില്ല, സമ്മതമുള്ള ആൾക്ക് കാശില്ല. അപ്പൊ ആണ് വിനു ജോസഫ് ഇരിക്കുന്നു. വിനു ജോസഫാണ് ഒരു കോടീശ്വരനാണ്, എറണാകുളത്തുള്ളതാണ്, നല്ല ശുദ്ധ സുറിയാനി കത്തോലിക്കനാണ്. അപ്പൊ ഞാൻ വിനു ജോസഫിനെ നോക്കിക്കഴിഞ്ഞപ്പം ഫിലിപ്പച്ചാന് ബോധിപ്പിച്ചു, കാരണം പുള്ളിക്ക് ഭൂമി തുറക്കുന്ന യന്ത്രവും ഒക്കെ സ്വന്തമായിട്ടുണ്ടെന്നാ പിന്നെ ഈ പുള്ളി തന്നെ ആയിക്കോട്ടെ, കാരണം ഇനി ഞാൻ കൊടുത്തില്ലെങ്കിലും പുള്ളിയുടെ ഇത് മേടിക്കാം. അപ്പൊ ഒരു ആക്കവും തൂക്കവും ഉള്ള ഒരാള് വേണം ജാമ്യം നിൽക്കാൻ. ഇതാണ് സ്ഥിതി. അതായത് ഞാൻ ഇനി ഇത് കൊടുത്തില്ലെങ്കിലും കൊടുക്കാൻ കെൽപ്പുള്ളവനും മനസ്സുള്ളവനും പ്രാപ്തിയുള്ളവനുമായ ഒരാളെ വേണം കാണിക്കാൻ. അപ്പൊ ദൈവം വന്നിച്ച് പറയാം, അബ്രഹാമേ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ അബ്രഹാം ചോദിച്ചു, ഓക്കെ എവിടെയാണ് ഇതിന്റെ ഒരു ഉറപ്പ്? ഇതിന്റെ ഒരു ജാമ്യക്കാരൻ എവിടെയാണ്? അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവം മൊത്തത്തിൽ എല്ലാം നോക്കി. ഇതിപ്പോ ആരെയാ ഒന്ന് ജാമ്യം കൊടുക്കുന്നേ? ദൈവം നോക്കിയപ്പം ദേവകളൊക്കെ നിന്ന് വിറക്കുകയാണ്. കാരണം ദൈവം തമ്പുരാൻ പറയുന്ന ഒരു കാര്യം, ഇനി ദൈവം തമ്പുരാൻ ഫെയിലായാൽ
ഞാൻ അങ്ങ് ഏറ്റോളാമെന്ന് പറയാൻ ധൈര്യമുള്ള കെൽപ്പുള്ള ഒരു ആകാശ ജീവി അവിടെയൊന്നും ഇല്ല. എല്ലാവരും ഓടി ഒളിച്ചു. ഇപ്പൊ ദൈവം ആകാശത്തേക്ക് നോക്കി, അവിടെ ആരുമില്ല. ഭൂമിയിലേക്ക് നോക്കി, അവിടെ ആരുമില്ല. പാതാളത്തിലേക്ക് നോക്കി, സമുദ്രത്തിലേക്ക് നോക്കി, അവിടെയൊന്നും ആരുമില്ല. എല്ലാവരും പറഞ്ഞു. കാരണം അബ്രഹാമിന് ഞാനൊരു വാഗ്ദാനം കൊടുക്കുന്നു, ഇതിന് ജാമ്യം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, എന്റെ അബ്രഹാമേ, ഒരു മനുഷ്യനെയും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ദൈവം തമ്പുരാൻ വാഗ്ദാനത്തിന്റെ കൂടെ ഒരാണയിട്ടു. എന്നാണേ ഞാൻ തന്നെ ഇത് സത്യം സത്യം സത്യമായിട്ട് നിവർത്തിക്കും. ജാമ്യക്കാരനില്ലാത്തപ്പോ എന്ത് ചെയ്യാണ്? ആണയിടുകയാണ്. അപ്പൊ ഞാൻ പറയാം, എന്റെ ഫിലിപ്പച്ച, എനിക്കാണെ ഒരു ജാമ്യക്കാരനെ കിട്ടുന്നില്ല, ഞാൻ അങ്ങ് തരും. അതുപോരാ, ഞാൻ ആ സത്യമായിട്ട് തിരിച്ചു തരാം, ഉറപ്പിക്കുക. അപ്പൊ ഇതിങ്ങനെയാണ് ഉറപ്പിക്കുക. ദൈവം പറയണ ഒരു ആണയിട്ടിട്ട് ദൈവം പറയാണ്, ഞാൻ അങ്ങ് തന്നേക്കാം, ഞാനത് ചെയ്തേക്കാം. അബ്രഹാം ആ ആണ വിശ്വസിക്കുക. അപ്പൊ വാഗ്ദാനം കൊടുക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർ വാഗ്ദാനം കൊടുക്കും. അതിങ്ങനെ ചുമ്മാ കൊടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വാഗ്ദാനത്തിന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറയാണ്, ഇത് ഉറപ്പായിട്ടും ഞാൻ ചെയ്തിരിക്കും. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ, ശരിയാണോ? സാധാരണ ഈ പ്രകടന പത്രിക പോലെയല്ല. ഈ ഒരെണ്ണം മഞ്ഞ ഹൈലൈറ്റ് ചെയ്ത് ഇത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പാണ്. അത് വാഗ്ദാനത്തിന്റെ കൂടെ. ഇപ്പൊ എബ്രായ ലേഖനം നിങ്ങൾ എബ്രായ ലേഖനം എടുത്തിട്ട് 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം വായിക്കും. എബ്രായ ലേഖനം 7:13. എബ്രായർ 7:13. ബൈബിൾ ഇല്ലേ ആർക്കും വായിക്കാൻ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞിരിക്കുന്നു, വായിക്കട്ടെ. എന്നാൽ ഇത് ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ള. അല്ലല്ല, 6:13. സോറി, എനിക്ക് തെറ്റിതാണ്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. കണ്ടോ? ഇതാണ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോ തന്നെക്കാൾ വലിയവനെ വേണമല്ലോ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അടുത്തത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സാലവാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധിക സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്ക്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരുശരീരത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. മതി. അപ്പം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത പോലെയല്ല, സീൻ മൊത്തം മാറി. അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്തപ്പോ ആ വാഗ്ദാനത്തിന്റെ ഉറപ്പായിട്ട് ദൈവം എന്ത് ചെയ്യാ? എടാ ഞാൻ ചെയ്തോളാം ആണ ഇട്ട് കൊടുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വാഗ്ദാനത്തിന്റെ അവകാശികളായ നമുക്ക് ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതും മാറിപ്പോകാത്തതും ആയ 2 കാര്യങ്ങളാൽ നമുക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നു. അത് ആത്മാവിന്റെ നങ്കൂരമാണ്. ആത്മാവിന്റെ നങ്കൂരമാണ്. നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷിപ്പ് ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ ഷിപ്പ് അനങ്ങാതിരിക്കാൻ വേണ്ടി വലിയ നങ്കൂര ആങ്കർ ഈ കടലിനടിയിലോട്ട് ഇടുകയാണ്. ഇരുമ്പ് കൊണ്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആങ്കർ. അത് നേരെ താഴ്ന്നു പോയി കടലിനടിയിൽ ഉറച്ചാൽ പിന്നെ ഷിപ്പ് അനങ്ങത്തില്ല, ഉറച്ചിരിക്കും. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം, ഈ നങ്കൂരം കാണത്തില്ല പുറത്തേക്ക് ആർക്കും, അതങ്ങ് അടിത്തട്ടിലാണ്. നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ആത്മാവിന്റെ ഒരു നങ്കൂരം തിരശീലക്കകത്തേക്ക് കടക്കുന്നു. ആ തിരശീലക്കകത്തൂടെ ആര് കടന്നു? യേശു കടന്നു. ഇന്ന് അവിടെ
ആ ആത്മമണ്ഡലത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് നങ്കൂരം ആയിട്ട് ഉറപ്പായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും എന്ന് അബ്രഹാം ചോദിച്ചപ്പം ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്നാ പറഞ്ഞു. പക്ഷെ ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ഒഴുക്കം വാട്ടല്ല. യേശു കർത്താവ് ദൈവത്തോട് ചോദിക്കും ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു ആണയല്ല, 3 ആണിയിൽ തൂങ്ങിയ യേശു കർത്താവിനെ കാണിക്കുകയാണ്. അവിടെയാണ് പറയുന്നത് തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച ദൈവം അവനോടുകൂടെ എന്തെങ്കിലും പിടിച്ചു വെക്കുമോ? അപ്പോ ദൈവത്തിന്റെ സ്നേഹത്തിനും ദൈവത്തിന്റെ വാഗ്ദാനത്തിനും ആ ഉറപ്പായിട്ട് കാൽവരിയിലെ ക്രൂശ് നമുക്കുണ്ട്. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഈ ഒരാണയുടെ ആവശ്യമില്ല, മറിച്ച് ആണയേക്കാൾ വലിയൊരു ഗ്യാരണ്ടറായിട്ട് നമുക്ക് കർത്താവായ യേശുവിനെ നൽകിയിരിക്കുകയാണ്. അത് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമാണ്. അതാണ് നമ്മുടെ സ്വസ്ഥതയുടെ കാരണം. അതാണ് നമ്മുടെ ഉറപ്പ്. അവിടെയാണ് നമ്മുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടെയാണ് യിരെമ്യാവിന്റെ ആ ഡൗട്ട് നമ്മളിൽ നിന്ന് മാറാനുള്ള ഏറ്റവും വലിയ കാരണം. യിരെമ്യാവ് ചോദിക്കുന്നുള്ളൂ, നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന ഉറവയുമാകുമോ? നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവുമാകുമോ? ഇന്ന് നമുക്ക് പറയാൻ പറ്റും, ഒരിക്കലും അവൻ ചതിക്കുന്നില്ല, ഒരിക്കലും അവൻ വറ്റിപ്പോകുന്നില്ല. കാരണം അവൻ ആണയാൽ ഉറപ്പ് കൊടുത്തെങ്കിൽ ഇന്ന് നമുക്ക് ആണിമേൽ തൂങ്ങിയ പുത്രനാൽ നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വലിയൊരു ഗ്യാരണ്ടി നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ആ ആത്മലോകത്ത് യേശു കർത്താവ് ഇരിക്കുന്നു. ആ യേശു കർത്താവ് മുൻപ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്ന ആ അതിശ്രേഷ്ഠ പൗരോഹിത്യത്തിൽ നമ്മൾ കാണുമ്പോൾ സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തവും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സർവ്വസംഘവും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും സ്വർഗീയ ദൂതന്മാരും എല്ലാമായിട്ടുള്ള ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക്, ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മഹാപുരോഹിതനായ യേശു മുൻപ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. അതാണ് നമുക്കുള്ള ഉറപ്പ്, അതാണ് നമുക്കുള്ള ഗ്യാരണ്ടി. ആകയാൽ യിരെമ്യാവിനോട് പറഞ്ഞ ആ വചനം നമുക്ക് പ്രസക്തി ഉള്ളതാണ്. എന്താണത്? നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ. റോമാക്കാർക്ക് എഴുതുന്ന പൗലോസ്ലീഹ പറയാണ്, ആകയാൽ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു ബലിയായി സമർപ്പിക്കുകയും. നമുക്കൊരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് ശാന്തമായി ധ്യാനിക്കുകയും ചെയ്യാം. ബലിയായിട്ട് നമുക്ക് ആ ദൈവ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതാണ് നമ്മളോടുള്ള ആഹ്വാനം. ബലിയായി തിരുമുമ്പിൽ നൽകാമെന്ന് ഉള്ള ഒരു ഈരടികളെ നമുക്ക് ധ്യാനിക്കാം. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുൻപിൽ നൽകാം അടിയന്റെ അനുതാപഗാനം. വീഴും പാതയിൽ മെഴുതിരി നാളമായി തെളിയുന്ന സത്യമേ ഉലകിന്റെ നിത്യതേ. നാദമായി രൂപമായി വിശ്വതേജോ ശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും
നിർധനന്റെ മിത്രമാം ഈ അർച്ചന കാണുമോ, ഈ പ്രാർത്ഥന കേൾക്കുമോ, അഭയമേശുവിലനുദിനം ബലിയായി തിരുമുൻപിൽ നൽകാം.